ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് വന്നിരിക്കുന്നത് ചിൻഷി ടെമ്പിളിലേക്കുള്ള കാഴ്ചകളും അത് കഴിഞ്ഞിട്ട് നമ്മൾ ജെൻതിങ് ഹൈലിലേക്ക് പോകുന്ന കാഴ്ചകളാണ് മെയിനായിട്ട് ഈ വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ട്, കണ്ടിട്ട് വേണം ഇത് കാണാൻ, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നേരത്തെ കണ്ടതാണ് പഗോഡ, ചൈനീസ് പഗോഡ. ബുദ്ധമതക്കാരുടെ ഒരു പ്രധാന ആകർഷണമാണ് ഈ പഗോഡ. ബുദ്ധിസ്റ്റുകളുടെ ഒരു പ്രധാന വിഹാര കേന്ദ്രമാണത്. അതുപോലെ തന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. ഇതിന് മുമ്പത്തെ വീഡിയോയുടെ ലിങ്കൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോയും നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അതുപോലെ കമൻറ്റിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇവിടെ കുറേ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു ചിൻഷിങ് കേവ് ടെമ്പിൾ എന്നാണ് ശരിക്കും ഇതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ അത് ഗുഹയുടെ അന്തരീക്ഷമൊക്കെ ഇതിനകത്തുണ്ട്. ഇതിനകത്ത് പല ഈ പോയപ്പോൾ നമുക്ക് മനസ്സിലായത് കുറേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ വഴികളൊക്കെ ഉണ്ട്, സ്റ്റെപ്പ് കയറാനും ഇറങ്ങാനൊക്കെ ആയിട്ട്. അപ്പോൾ അതിൽ ആണ് അതിൻ്റെ ഇതുകൊണ്ടാണ് തോന്നുന്നത് ഇതിനെ കേവ് ടെമ്പിൾസും കൂടി പറയുന്നത്. ഇതിനകത്ത് തന്നെ ചൈനീസ് ടെമ്പിളും ഉണ്ട്, ബുദ്ധന്മാരുടെ ഈ പഗോഡയുണ്ട്. ഇതാണ് ഇവിടുത്തെ മുഖ്യ ആകർഷണം. അപ്പം ഇതിൽ തന്നെ കുറേ ഫോട്ടോ എടുക്കാനുള്ള സ്ഥലങ്ങളിവിടെ ഉണ്ട്. നമുക്കിപ്പോൾ ചൈനീസ് ടെമ്പിളിലേക്ക് പോകാം. ഈ ചിൻഷി ടെമ്പിൾ ഉണ്ടാക്കിയ ഫൗണ്ടറാണ് അത്. ഇയാൾ തന്നെയാണ് ഈ ജെൻതിങ് ഹൈലാൻഡിൻ്റെയും ഫൗണ്ടർ. ഇതാണ് ചൈനീസ് ടെമ്പിൾ. ഇവിടെയും ഈ ജെൻതിങ് ഹൈലാൻഡിൽ വരുന്ന കുറച്ച് ആൾക്കാരെയാണ് ഈ ചിൻഷിൻ ടെമ്പിൾ വിസിറ്റ് ചെയ്യാറുള്ളൂ. പിന്നെ ഇതൊരു ചൈനീസ് ടെമ്പിൾ ആയതുകൊണ്ട് എല്ലാവർക്കും അത് അത്രയും വർക്കാവാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു അവിടെ അത്രയധികം തിരക്ക് ഇവിടെ കുറവാണ്. പക്ഷേ കാഴ്ചകളുടെ കാര്യത്തിൽ ഇത് മറ്റോട് വെച്ചാൽ കുറച്ചും കൂടി അടിപൊളിയാണ്. നല്ലൊരു സ്പിരിച്വാലിറ്റി നമുക്ക് ഫീൽ ചെയ്യും. ഈ ഇപ്പോൾ കേൾക്കാൻ പോണ സൗണ്ട് നിങ്ങൾക്ക് വേറെ എവിടെയും പല സ്ഥലത്തും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതേപോലെ ടിബറ്റൻ ബുദ്ധന്മാർ അവരുടെയൊക്കെ ബുദ്ധവിഹാര കേന്ദ്രങ്ങളിലാണ് മെയിനായിട്ട് ഈ ബെല്ലും ഈ സൗണ്ടും ഉണ്ടാവാറുള്ളത്. ഈ കുട്ടി അടിക്കണ കാണാം. ഇവിടുത്തെ ദൃശ്യഭംഗി വളരെ അടിപൊളിയാണ്. നല്ല അടിപൊളി ലാൻഡ്സ്കേപ്പാണ് ഈ കാണുന്നത്. അതുപോലെ കോട ഇറങ്ങുന്നുണ്ട്. ആ ഫ്ലാറ്റൊക്കെ ഇവിടെ ജെൻതിങ് ഹൈലാൻഡിലെ ഫ്ലാറ്റുകളാണ്, താമസയോഗ്യമായ ഫ്ലാറ്റുകളാണ്. പിന്നെ അവിടുത്തെ കാഴ്ചകൾ വെച്ച് ഞങ്ങൾ കുറേ അധികം ഫോട്ടോ എടുക്കും. ആ ഫോട്ടോയിൽ ചിലതാണ് നിങ്ങളെ കാണിക്കുന്നത്. പിന്നെ ഇവിടുത്തെ മുഖ്യ ആകർഷണങ്ങളൊന്നാണ് ഇതുപോലത്തെ കുറച്ച് സ്കൾപ്ചറുകളും അതേപോലെ ബുദ്ധൻ്റെ വലിയ പ്രതിമ. ആ പ്രതിമ അടുത്തോടെ നമ്മൾക്ക് പോകുന്നത് അത് ഇവിടുത്തെ ഭയങ്കര വലിയൊരു ആകർഷണമാണ്. ഇതും ഏതാണ്ടൊരു ലാർജസ്റ്റ് ബുദ്ധ സ്കൾപ്ചറാണ് മലേഷ്യയിൽ. ഇനി നമുക്ക് പഗോഡയിലേക്ക് പോകാം. ഇതാണ് പഗോഡയിലെ കാഴ്ചകൾ. പഗോഡയുടെ സ്റ്റെപ്പ് കയറി ഇങ്ങനെ പോകണം. ഇവിടെ ഓൾറെഡി ആ ബുദ്ധന്മാരുടെ ആ ടൂൺ വെച്ചിട്ടുണ്ട്. ഈ ടൂൺ തന്നെ ഇട്ടു. ഈ ടൂണാണ് ഈ പഗോഡ ഫുൾ കേൾക്കുന്നത്, പ്രതിധ്വനിക്കുന്നതെന്ന് ആണെങ്കിൽ നമുക്കൊരു മറ്റേ കാവ്യസങ്കല്പത്തിൽ പറയാം. ഇതിൻ്റെ മുകളിൽ നിന്ന് നല്ല നല്ല വിഷ്വൽസ് നമുക്ക് കിട്ടും. അതുപോലെ കുറേ ഫോട്ടോ എടുക്കാനും ഇതുണ്ട്.
പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെയൊക്കെ അത്ര അധികം ആൾക്കാർ വിസിറ്റ് ചെയ്യാറില്ല. കാരണം ബുദ്ധന്മാരും അതുപോലെ ചൈനീസ് ടെമ്പിൾ അങ്ങനെ ആൾക്കാർ, ഈ ഫോറിനേഴ്സ് കൂടുതലും ഇതത്രയും എക്സ്പ്ലോർ ചെയ്തത് ഞാൻ കണ്ടില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് ജെന്നിങ് ഹൈലാൻഡിലെ മാളിലേക്കുള്ള പോകാനായിട്ട് ഈ കേബിൾ കാറിൽ കയറി. ഇനി നമുക്ക് മാളിലേക്ക് പോകുന്നതിൻ്റെ കാഴ്ചയിലേക്ക് പോകാം. ഇതിനകത്തും നമ്മൾ ഹൈറ്റ് കൂടുന്തോറും ഈ പറഞ്ഞ പോലെ ഫോഗ്, കോടയൊക്കെ നന്നായിട്ട് ഇറങ്ങുന്നുണ്ട്, അതുപോലെ തണുപ്പ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ അറിയാൻ പറ്റും. അങ്ങനെ നമ്മൾ മുകളിലേക്ക് എത്താറായി. ഈ സമയമായപ്പോൾ തന്നെ ഇവിടെ പല സ്ഥലത്തും കോട ഇറങ്ങി തുടങ്ങിയായിരുന്നു. നിങ്ങൾക്ക് ഇപ്പുറത്തൊക്കെ നോക്കുമ്പോൾ കാണാൻ പറ്റും, ആ ഫ്ലാറ്റിൻ്റെയൊക്കെ താഴെ വരെ കോട എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇതാ കാണുന്നതാണ് നമ്മുടെ ജെന്നിങ് ഹൈലാൻഡിലെ ഷോപ്പിംഗ് മാൾ. അത്യാവശ്യം വലിയ വലിപ്പമുള്ള ഒരു മാളാണിത്. കുറച്ചധികം വിസ്തൃതിയിൽ ഇങ്ങനെ നീണ്ടു പടർന്ന് കിടക്കുകയാണ്. ഇവിടെയാണ് കൂടുതൽ ഗ്യാംബ്ലിംഗ് ഒക്കെ നടക്കുന്ന ഒരു ഏരിയ. ഈ മാളിൽ ഒരുപാട് നമ്മുടെ പൈസ കളയാനായിട്ടും എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് മാത്രം ഉണ്ടാക്കിയൊരു മാളാണിത്. ഇവിടെ കൂടുതൽ ആളുകൾ ഇതുപോലെ ഗ്യാംബ്ലിംഗ് പർപ്പസിനാണ് വരുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഗ്യാംബ്ലിങ്, അങ്ങനെ പല പല എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസ് നടക്കുന്നതാണ്. ആ കാഴ്ചകളൊക്കെ ഞാൻ അടുത്ത ഭാഗത്തേക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ ഈ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ. അങ്ങനെ ഞങ്ങൾ സ്കൈ അവന്യൂ എന്ന് പറഞ്ഞാൽ ജെന്നിങ് ഹൈലാൻഡിലെ ഏറ്റവും മുകളിലത്തെ സ്റ്റേഷനിലെത്തി.